അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ സൈനവും ആമിയും അമീറിനെ അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഡോർ തുറന്നു വന്ന അവനെ കത്തുന്ന ഒരു നോട്ടമാണ് സൈനുവും അതുപോലെ തന്നെ ആമിയും നോക്കിയത്. രണ്ടുപേരുടെയും മുഖത്ത് നോക്കാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല. അവനെ കണ്ടതും സൈനു പറഞ്ഞു, ഒരു ചെയർ കാണിച്ചുകൊണ്ട്, അമീർ ഇരിക്ക് എന്ന് പറഞ്ഞു. ഇത് കേട്ടതും അമീർ പറഞ്ഞു, വേണ്ട സാർ, ഞാൻ ഇവിടെ നിന്നോളാം. അവന് അറിയാം എന്തിനാണ് തന്നെ വിളിപ്പിച്ചത് എന്ന്. അത് കേട്ടതും സൈനു ചോദിച്ചു, ആ അത് ശരി, ഇരിക്കാൻ പോലും പറ്റാത്ത വിധം വലിയ തെറ്റ് ചെയ്തു എന്ന് നിനക്ക് തന്നെ ബോധ്യമുണ്ട് അല്ലേ? അതുകൊണ്ടാണല്ലേ നീ ഇരിക്കാത്തത് എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് അവൻ തല കുമ്പിട്ടിങ്ങനെ നിൽക്കുകയാണ്. ആമി അവനെ അവിടെ നിന്ന് എഴുന്നേറ്റ് അവനെ പിടിച്ചിങ്ങനെ കുലുക്കിക്കൊണ്ട് ചോദിച്ചു, എങ്ങനെ തോന്നിയടാ നിനക്ക് എന്നോടിത് ചെയ്യാൻ? നീ എന്ത് ഭാവിച്ചാണ്? എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയല്ലേ നീ കളിച്ചത്? എനിക്കാദ്യമേ സംശയമുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ ഉമ്മാനെ വിചാരിച്ചിട്ടാണ്. എപ്പോഴും നിനക്കൊരു ജോലിയില്ല എന്ന പരാതിയായിരുന്നു ഉമ്മാക്ക്. ഉപ്പാൻ്റേത് പിന്നെ എനിക്ക് വിഷയമില്ല. കാരണം നിന്നെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കിയതും ഇത്രക്ക് നിന്നെ എല്ലാ തെറ്റ് ചെയ്യാനും പ്രേരിപ്പിച്ചത് ഉപ്പയാണ്. അതുകൊണ്ട് ഉപ്പാൻ്റെ വിഷമം എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എന്നും നിനക്കൊരു ജോലിയില്ല എന്ന് പറഞ്ഞു വിഷമിച്ചിരുന്നത് നമ്മുടെ ഉമ്മയാണ്. നിനക്ക് ഞങ്ങളോടൊന്നും സ്നേഹമില്ലെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ നിന്നോട് അളവറ്റ സ്നേഹമുണ്ടായിരുന്നടാ. അതുകൊണ്ടാണ് ഉമ്മ നിർബന്ധിച്ചപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു ജോലി ശരിയാക്കി തന്നത്. എന്നിട്ട് എന്നെ പാല് തന്ന കൈക്ക് തന്നെ നീ കൊത്തിയല്ലോടാ. എന്നോട് തന്നെ ഇത് ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ട് പിടിച്ച് ഇങ്ങനെ ഉലച്ചുകൊണ്ട് അവൾ സംസാരിച്ചു. ആമി പോലും അറിയാതെ അവളുടെ ശബ്ദം ഉയർന്നിരുന്നു. അപ്പോൾ സൈനു ഒരു താക്കീതെന്ന വണ്ണം പറഞ്ഞു, ആമി നിൽക്ക്, മറ്റുള്ളവരെ കൂടി അറിയിക്കണ്ട. ഇന്നത്തോടു കൂടി ഇവൻ്റെ ഇവിടത്തെ വാസം അവസാനിക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ കെട്ടും പാണ്ഡവും എടുത്ത് ഇറങ്ങിക്കോ. ഇന്ന് വൈകുന്നേരം നിന്നെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. എന്നാൽ മറ്റുള്ളവരുടെ ഇടയിൽ നിന്നെ പിരിച്ചുവിട്ടതാണെന്നോ നീ ഒരു കള്ളനാണെന്നോ ഒന്നും ആരും അറിയണ്ട. അറിഞ്ഞാൽ നിനക്ക് തന്നെയാണ് നാണക്കേട്. ഇവിടെ നിന്ന് പോയാലും മറ്റുള്ളവരെ മറ്റെവിടെയെങ്കിലും വെച്ച് നിനക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു കള്ളനാണെന്ന് മുദ്ര കുത്തിക്കൊണ്ട് നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയതാണെന്ന് നാടാകെ പാട്ടായി കഴിഞ്ഞാൽ പിന്നെ എവിടെയും നിനക്ക് ജോലി കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇന്ന് ജോലി കഴിഞ്ഞ ഉടനെ നീ തന്നെ റിസൈൻ ചെയ്ത് ഇറങ്ങിക്കോണം. മറ്റുള്ളവരുടെ ഇടയിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നീ ജോലി റിസൈൻ ചെയ്ത് പോയതാണെന്നേ അറിയാവൂ. അല്ലാതെ മറ്റുള്ളവരുടെ ഇടയിൽ നീ ഒരു കള്ളനാണ്, ഞങ്ങൾ പിരിച്ചുവിട്ടതാണെന്ന് അറിഞ്ഞാൽ നിനക്ക് തന്നെ മോശം. ആമയെ വിചാരിച്ചു കൊണ്ടാണ് നിന്റെ കള്ളത്തരം ഞാൻ ഇവിടെ ആരെയും അറിയിക്കാത്തത്. അല്ലെങ്കിൽ നിനക്ക് എവിടെയും ജോലിക്ക് കയറാൻ കഴിയാത്ത വിധം നിന്നെ ഒരു പെരുങ്കള്ളനായിട്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് പിടിച്ചു പുറത്താക്കിയേനെ. നിന്റെ ഉപ്പ അനുഭവിക്കണം ഇങ്ങനെ മകനെ വളർത്തി വഷളാക്കിയതിന് എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും എടുത്തടിച്ച പോലെ അമീർ ചോദിച്ചു, അല്ല അതെങ്ങനെ ശരിയാവുന്നേ? എന്നെ മാത്രം ഇവിടെ നിന്ന് പിരിച്ചുവിട്ടാൽ മതിയോ? അപ്പോൾ എൻ്റെ കൂടെയുള്ള മറ്റൊരാൾ കൂടിയുണ്ടല്ലോ ഇതിനെല്ലാം കൂട്ടുനിന്ന്. അവളെ ഇവിടെ നിന്ന് പിരിച്ചുവിടുന്നില്ലേ എന്ന് ചോദിച്ചു. ഇത് കേട്ടതും സൈനും ആമിയും ഞെട്ടിത്തരിച്ചുകൊണ്ട് ഒരേ സ്വരത്തിൽ ചോദിച്ചു, മറ്റൊരാളോ? നീ മാത്രമല്ലേ ഇത് ചെയ്തത്? നിനക്ക് മാത്രമല്ലേ ഇവളോട് ഇത്രയധികം പക? പിന്നെ ഷഹാനയെ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ അവളെ ഈ CCTVയിലൊന്നും കണ്ടില്ലല്ലോ. നീ മാത്രമാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ആരാണ് മറ്റൊരാൾ എന്ന് ചോദിച്ചു. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ എന്ന് ചോദിച്ചു. ഇത് കേട്ടതും അമീർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ആൾ തന്നെ, ഷഹാന. അവളാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ സൈൻ പറഞ്ഞു, അത് ശരി, ഞങ്ങൾക്ക് ചെറിയൊരു സംശയമുണ്ടായിരുന്നു. അവൾക്കും ഇതിൽ പങ്കുണ്ടോ? അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ എന്താണ് ഈ പാവം പെണ്ണിനോട് ഇത്ര പക? നീ പിന്നെ ചെറുപ്പം മുതലേ നിന്റെ ഉപ്പ നിന്റെ ഉള്ളിൽ ഒരു വിഷം കുത്തി വെച്ചിട്ടുണ്ട്, ഇവൾ നിന്റെ സഹോദരിയല്ല എന്ന രീതിയിൽ. അതുകൊണ്ടാണ് നിനക്ക് ചെറുപ്പം തൊട്ടേയുള്ള പകയാണ്. അത് ഇനി മരിക്കുവോളം അങ്ങനെ തന്നെ പക്ഷെ അവൾക്ക് എന്തിനാണ് ഇവളോട് പക? ഇവിടെ വന്ന ശേഷം മാത്രമല്ലേ അവൾ പരിചയപ്പെടുന്നത്. എന്നാൽ ആമിക്ക് അവളോട് യാതൊരു പകയുമില്ല. അവൾ എന്നൊരു സുഹൃത്തിനെ പോലെയാണ് അവളെ കണ്ടിട്ടുള്ളത്. പിന്നെ എന്തിനാണ് അവൾക്ക് ഇവളോട് ഇത്രയധികം പക എന്ന് ചോദിച്ചു.
അപ്പോൾ എടുത്തടിച്ച പോലെ അമീർ പറഞ്ഞു, അതെല്ലാം സാറ് നേരിട്ട് ചോദിച്ചാൽ മതി. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഒരേ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇതെല്ലാം ചെയ്തത്. ഞാൻ അകത്ത് കയറി എല്ലാം ചെയ്തു എന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിലെ സൂത്രധാരൻ അവളാണ്. അതുകൊണ്ട് അവളെ കൂടി എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ അവളെ കൂടി ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. നീതി ഒരുപോലെ നടത്തണമല്ലോ. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടേണ്ടേ? അല്ലാതെ രണ്ടു പേരും ചെയ്ത തെറ്റിന് ഒരാളെ മാത്രം ഇവിടെ നിന്ന് പുറത്താക്കിയാൽ എങ്ങനെയാ? അവളെ കൂടി വിളിച്ച് സാറ് ചോദിക്കുക. അപ്പോൾ അവൾ പറയും ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്നെല്ലാം പറഞ്ഞു. അമീറിനോട് സൈനു പറഞ്ഞു, അത് ശരി, ഇങ്ങനെ ഒരു കൈകൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ CCTVയിൽ നിന്നെ മാത്രം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതെൻ്റെ സംശയം മാത്രമായിരിക്കുമെന്ന്. എന്തായാലും നീ രണ്ടുപേരും ചെയ്തതല്ലേ, അവളെ കൂടി വിളിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞു. അങ്ങനെ അമീർ അവിടെ നിന്നും പോയി ഷഹാനയുടെ അടുത്തെത്തി. ഷഹാന അവൻ യാതൊരു ഭാവഭേദവുമില്ലാതെ പറഞ്ഞു, ഷഹാന, നിന്നെ സാർ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഷഹാന പറഞ്ഞു, എടാ എന്നെയോ? എന്തിനാണ്? നീ വല്ല അവിവേകവും കാണിച്ചോ? നീ എൻ്റെ പേര് അവിടെ പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ അമീർ പറഞ്ഞു, പിന്നല്ലാതെ നമ്മൾ രണ്ടുപേരും ചെയ്ത തെറ്റിന് എന്തിന് ഞാൻ മാത്രം ശിക്ഷിക്കപ്പെടണം? അയാൾ എന്നോട് ഇവിടെ നിന്ന് ജോലി രാജിവെച്ച് പോവാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോകുമ്പോൾ നീയും കൂടെ പോര്. അല്ലാതെ ഞാൻ മാത്രമല്ലല്ലോ ഇതിൽ തെറ്റുകാരൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഷഹാന പറഞ്ഞു, എടാ, അവസാനം നീ എന്നെ ഒറ്റിക്കൊടുത്തു അല്ലേ? ചതിയ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമീർ പറഞ്ഞു, നീയാണ് എന്നെ ചതിച്ചത്. ഞാൻ കുടുങ്ങുമെന്ന് കണ്ടപ്പോൾ നീ മെല്ലെ ഊരാൻ നോക്കുകയായിരുന്നില്ലേ എന്നെ ഒറ്റിക്കൊടുക്കരുത് എന്ന് പറഞ്ഞ്. അല്ലാതെ എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള യാതൊരു വഴിയും നീ പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഷഹാന പറഞ്ഞു, ഞാൻ എന്ത് പറഞ്ഞു തരാൻ? പച്ചക്കയാൾ നിന്നെ കാണുകയല്ല CCTVയിൽ. അതിൽ നിന്ന് ഞാൻ എന്ത് പറഞ്ഞാലും നിന്നെ എങ്ങനെ രക്ഷപ്പെടുത്താനാവും? അതെങ്കിലും നീ ആലോചിച്ചോ? എടാ വിഡ്ഢി, നീ ഇവിടെ നിന്ന് പോയാൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവളെ ഇവിടെ നിന്ന് പുറത്താക്കാമായിരുന്നു. ഇപ്പോൾ നീ നശിപ്പിച്ചില്ലേ. ഇനി നമ്മളെ രണ്ടുപേരെയും ഇവിടെ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അവൾക്കിവിടെ സസുഖം വാഴാം. ഇനി മറ്റൊരു ശത്രു അവൾക്ക് ഇവിടെ ഉണ്ടായിരിക്കില്ല. നേരെ മറിച്ച് നീ പോയാലും ഞാൻ ഇവിടെയുണ്ട്. ഞാൻ തന്നെ അവളെ ഇവിടെ നിന്ന് പുറത്താക്കുമായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ചതിയൻ എല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് അമീറിന് മനസ്സിൽ തോന്നിയത്, ഷെടാ, താൻ കാണിച്ചത് വിഡ്ഢിത്തരമായിരുന്നു. പെട്ടെന്നുള്ള എടുത്തുചാട്ടത്തിൽ താൻ അവളുടെ പേരെടുത്ത് പറഞ്ഞതാണ്. എന്തുകൊണ്ട് താൻ അത് ചിന്തിച്ചില്ല? താൻ ഇവിടുന്ന് പോയാലും അവൾക്കൊരു ശത്രു ഇവിടെ ഉണ്ട്. അത് തനിക്കൊരു കച്ചിത്തുരുമ്പായിരുന്നു അവൾ ഇവിടെ നിന്ന് പുറത്താകാൻ. താൻ മാത്രം ജോലിയെല്ലാം നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുമ്പോൾ അവൾ ഇവിടെ ഒരു ശത്രുവുമില്ലാതെ സുഖിച്ചു വാഴാൻ പോവുകയാണ്. ഇനി തനിക്ക് ആ ഒരു ബുദ്ധി തനിക്ക് എന്തുകൊണ്ട് തോന്നിയില്ല എന്നെല്ലാം അവൻ വിചാരിച്ചു. ഷഹാനയെ ഒറ്റിക്കൊടുക്കാൻ തോന്നിയ ആ നിമിഷത്തെ അവൻ സ്വയം പഴിച്ചു. അവൻ ഷഹാനയോട് പറഞ്ഞു, എടി സോറി എടി, അത് ഞാൻ ഓർത്തില്ല. ഞാൻ പോയാലും നീ ഇവിടെ ഉണ്ട് എന്ന കാര്യം ക്ഷമിക്കടി എന്നോട് എന്ന് പറഞ്ഞു. ഷഹാന പറഞ്ഞു, നീ ശബ്ദിച്ചു പോവരുത്. എല്ലാം കുളമാക്കി വെച്ചിട്ട് അവൻ്റെ ഒരു ന്യായീകരണം. ഇനി നടക്ക്, വരുന്നത് രണ്ടുപേർക്കും ഒരുമിച്ച് അനുഭവിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി നമ്മുടെ സൈനുവിൻ്റെ ക്യാബിനിലെത്തി. അവളെ കണ്ടതും ആമി അങ്ങോട്ട് മുഖം പോലും നോക്കാതെ മുഖം തിരിച്ചു നിന്നു. കാരണം ഷഹാന അതിൽ ഇടപെടുമെന്നോ അല്ലെങ്കിൽ അവളോട് ചതി ചെയ്യുമെന്നോ ഒരിക്കലും അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഷഹാനയെ അവൾ അത്രയും നല്ലൊരു സുഹൃത്തായിട്ടായിരുന്നു മനസ്സിൽ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ പോലും അവൾക്ക് തോന്നിയില്ല. അവൾ മുഖം തിരിച്ച് നിന്നു. ഇത് കണ്ടതു ഷഹാന മനസ്സിൽ വിചാരിച്ചു, താൻ ഇതിലുണ്ട് എന്നറിഞ്ഞതോടുകൂടി ഇനി ആമയുടെ അടുത്ത് തൻ്റെ കളിയൊന്നും നടക്കില്ല. ഇനി ഒരിക്കലും അവൾ തന്നെ വിശ്വസിക്കില്ല. മറ്റേത് അവളുടെ കയ്യിൽ നിന്ന് എല്ലാ രഹസ്യവും പതിയെ അവളൊരു തൻ്റെ വിശ്വസിക്കാവുന്ന കൂട്ടുകാരിയാണ് എന്ന നിലക്ക് എല്ലാം തന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ അവൾക്ക് അവളുടെ വിശ്വാസം നേടിയെടുത്ത് അതിലൂടെ തന്നെ അവൾക്കൊരു പണി കൊടുക്കാമെന്നാണ് ഷഹാന വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ അമീർ അതെല്ലാം കുളമാക്കി. ഇവൻ്റെ ഒരു കാര്യം എല്ലാം നശിപ്പിച്ചു എന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു. അവളെ കണ്ടതും ദഹിപ്പിക്കുന്ന ഒരു നോട്ടവുമായി നമ്മുടെ സൈനു അവളോട് ചോദിച്ചു, അല്ല,
നിനക്ക് കൂടി ഇതിൽ ഒരു കൈ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എന്താണ് നിങ്ങളുടെ എല്ലാ ഉദ്ദേശം? ഈ ഒരു പാവം പെണ്ണിനോട് ഇവളെ ഇത്രയധികം ദ്രോഹിക്കുവാൻ ഇവൾ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? നിങ്ങൾക്ക് വല്ല മുജ്ജന്മ ശത്രുതയും ഇവളോടുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവനാണെങ്കിൽ പിന്നെ പണ്ട് മുതലേ ഇവൻ്റെ ഉപ്പ അവൻ്റെ മനസ്സിൽ വിഷം കുത്തിവെച്ച് വീട്ടിൽ നിന്ന് തന്നെ അവളെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്നോട് എന്ത് തെറ്റാണ് ആമി ചെയ്തത് എന്ന് ചോദിച്ചു സൈനു. ും ഷഹാനക്ക് തൻ്റെ പ്രണയം ഇനി ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ല, അതുകൂടി വെളിപ്പെടുത്താൻ പറ്റിയ ഒരവസരമാണ് എന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു. എടുത്തടിച്ച പോലെ അവൾ പറഞ്ഞു, ഇതിനെല്ലാം കാരണം സാറാണ് എന്നെ ഇങ്ങനെയാക്കിയത്. ആമിയുടെ ശത്രു ഞാൻ ആവാൻ കാരണം, ഇതിനെല്ലാം കാരണം സാറാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടതും സൈനു ഞെട്ടിക്കൊണ്ട് ചോദിച്ചു, ഞാനോ? അത് ശരി, ഇപ്പോൾ എല്ലാ കുറ്റവും എൻ്റെ തലയിലേക്ക് ഇടുകയാണോ? നീയും അവളും ശത്രുത വരാൻ ഞാനെന്താ ഇവളെക്കുറിച്ച് നിന്നോട് വല്ലതും പറഞ്ഞിരുന്നോ എന്നെല്ലാം സൈനു ചോദിച്ചു. ആമിയും അത്ഭുതത്തോടു കൂടി ഷഹാനയെ നോക്കി. എന്താണ് ഇവളീ പറഞ്ഞു വരുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അവളും ഇത്ര നേരം തന്നോടുള്ള എന്തെങ്കിലും ശത്രുത കൊണ്ടാണ് അവൾ അങ്ങനെയെല്ലാം ചെയ്ത് എന്ന് വിചാരിച്ച് ദേഷ്യപ്പെട്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ ഷഹാന അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു എല്ലാത്തിനും കാരണം സൈനു സാറാണെന്ന് പറഞ്ഞതും അത്ഭുതത്തോടു കൂടി ആമി അവളെ തന്നെ നോക്കി നിന്നു. അവൾ എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാതെ എല്ലാവരും അമീറിനറിയാം, എന്നാൽ സൈനുവും ആമി ആകാംക്ഷയോട് കൂടി അവളെ നോക്കി നിന്നു. അവൾ പറഞ്ഞു, അതെ സാറാണ് ഇതിനെല്ലാം കാരണം. സാറിന് അറിയില്ലായിരുന്നു, ഞാൻ സാറിനെ ഒത്തിരി സ്നേഹിച്ചിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. എന്നെങ്കിലും സാർ എൻ്റെ സ്വന്തമാവുമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അതെല്ലാം തകർത്തുകൊണ്ട് അതിനിടയിലേക്കാണ് ഇവൾ ഒരു ദുശകുനത്തെ പോലെ കയറി വന്നത്. ഇവൾ വന്നതോടുകൂടി സാർ പിന്നെ എന്നെ പരിഗണിച്ചിട്ടേയില്ല. അതുവരെ സാർ കുറേയൊക്കെ എന്നെ പരിഗണിച്ചിരുന്നു. ഞാൻ എന്നെങ്കിലും സാറിനെ എൻ്റെ സ്നേഹം സാർ തിരിച്ചറിയുമെന്നും സാർ എൻ്റേത് ആകുമെന്നും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അതിനെല്ലാം ഒരു ദുശകനം പോലെ കയറി വന്ന് മുടക്കം സൃഷ്ടിച്ചത് ഇവളാണ്. അതോടുകൂടിയാണ് എനിക്ക് ഇവളോട് പക കൂടിയത്. ഇവളെ എങ്ങനെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അല്ലാതെ മറ്റൊരു ശത്രുതയും എനിക്ക് അവളോടില്ല സാർ. എനിക്ക് സാറിനെ അത്രയധികം ഇഷ്ടമാണ്. സാർ എന്നെ തിരിച്ച് സ്നേഹിക്കാത്തതിലുള്ള ഒരു പകയാണ്. എന്നെ ഇഷ്ടപ്പെടാതെ ഇന്നലെ വന്ന ഒരു പീറപ്പെണ്ണിനെ സാർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ അന്ന് മുതലാണ് എനിക്ക് ഇവളോട് പക തോന്നിയത്. അതുവരെ ഇവളെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി തന്നെയായിരുന്നു. സാർ എന്ന് മുതൽ ഇവളെ സ്നേഹിക്കുന്നുണ്ട്, ഇവൾ സാറിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ ഇവൾ എൻ്റെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ശത്രുവായി, ഇവളുടെ നാശത്തിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് കാത്തിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞു. കേട്ടതും ആമിയും അതുപോലെ തന്നെ സൈനുവും ആകെ ഞെട്ടിപ്പോയി. ഇതിനിടയിൽ ഇങ്ങനെയൊരു കഥയും ഉണ്ടായിരുന്നോ എന്നെല്ലാം ആലോചിച്ചു. സൈനുവിന് അപ്പോൾ അവളോട് സഹതാപം തോന്നി. അവൻ പറഞ്ഞു, എടി പൊട്ടിപ്പെണ്ണെ, ഇതായിരുന്നോ നിന്റെ മനസ്സിൽ? നീ എത്ര വർഷമായി ഇവിടെ എൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നു? എന്നെങ്കിലും എനിക്ക് നിന്നോട് അങ്ങനെയുള്ള ഒരു സ്നേഹമോ ഇഷ്ടമോ പെരുമാറ്റമോ എൻ്റെ ഭാഗത്ത് നിന്നോട് ഉണ്ടായിട്ടുണ്ടോ? ഈ ആമി ഇവിടെ നീ വന്ന് 2-3 വർഷം കഴിഞ്ഞിട്ടല്ലേ അവൾ ഇവിടെ വന്നത്. അതിൻ്റെ ശേഷമല്ലേ ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയത്. നിന്നെ എനിക്ക് സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും അല്ലെങ്കിൽ നിന്നോട് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവൾ വരുന്നതിൻ്റെ 2-3 വർഷം മുൻപേ തന്നെ നീ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ആവാമായിരുന്നില്ലേ? അന്നില്ലാത്തൊരു സ്നേഹം നീ ഇവിടെ നിന്ന് പറഞ്ഞയച്ചാൽ നിന്നോട് എനിക്ക് തോന്നുമെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ തോന്നലല്ലേ. നീ ഇതിനാണ് ഇത്രയെല്ലാം കാട്ടിക്കൂട്ടിയത്, വിഡ്ഢിപ്പെണ്ണ് എന്നെല്ലാം പറഞ്ഞു. ഇതുകൂടി കേട്ടപ്പോൾ ഷഹാനക്ക് ആകെ ദേഷ്യം ഇരട്ടിച്ചു. അവൾ കടിച്ചു കീറാനെന്ന വണ്ണം ആമയെ ഇങ്ങനെ നോക്കി. ആമയാണെങ്കിൽ ആകെ പകച്ചു നിൽപ്പാണ്. അതിൻ്റെ ശേഷം സൈനു ഒരു നിമിഷം ഇങ്ങനെ മൗനമായി ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അവൻ പറഞ്ഞു, തെറ്റ് തന്നെയാണ്. നിങ്ങൾ 2 പേരും ചെയ്തത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇവിടെ ജോലിയില്ല. 2 പേരും ഇന്നത്തോടു കൂടി ഇവിടെ നിന്ന് റിസൈൻ വെച്ച് ഇറങ്ങിക്കോണം. ഇനിയും നിങ്ങളെ ഇവിടെ നിർത്തിയാൽ എന്തിൻ്റെ പേരിലായാൽ തന്നെ അത് ആമിക്ക് ദോഷമാണ്. അതുകൊണ്ട് 2 പേരും ഇന്ന് തന്നെ റിസൈൻ ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. നമ്മൾ 4 പേര് മാത്രമാണ് ഇവിടെ നിന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത് എന്നറിയാൻ പോകുന്നത്. മറ്റാരും നിങ്ങൾ
എന്തുകൊണ്ടാണ് പോകുന്നത് എന്നറിയണ്ട. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ജോലി റിസൈൻ ചെയ്താൽ അറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചാൽ നിങ്ങൾക്ക് മറ്റെവിടെയും കയറാൻ കഴിയില്ല. ഇതെല്ലാം എല്ലാവരും അറിഞ്ഞാൽ കേട്ടോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയണ്ട, രണ്ടുപേരും പോയിക്കോളൂ എന്ന് പറഞ്ഞു. രണ്ടുപേരും ഇത് കേട്ടതും ആമിയെ കത്തുന്ന കണ്ണുകളോടെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കിക്കൊണ്ട് രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അക്കൗണ്ടിംഗ് സെക്ഷനിലേക്ക് നടക്കുമ്പോൾ നമ്മുടെ അമീർ ഷഹാനയോട് ചോദിച്ചു, ഷഹാന, എന്നിട്ട് ഇവിടെ നിന്ന് പോയാൽ എന്താണ് നിന്റെ പ്ലാൻ എന്ന് ചോദിച്ചു. ഇത് കേട്ടതും തിരിഞ്ഞ് മുന്നിലായിരുന്നു ഷഹാന നടന്നിരുന്നത്, പിന്നിലായി അമീറും. തിരിഞ്ഞു നിന്നുകൊണ്ട് ഷഹാന അവനോട് കത്തുന്ന ഒരു നോട്ടം നോക്കിക്കൊണ്ട് അവനോട് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അവൻ്റെ ഒരു ചോദ്യം കണ്ടില്ലേ, ഇനി എന്താണ് പ്ലാൻ എന്ന്? നീ വന്നതോടുകൂടി, നിന്നെ കൂട്ടുപിടിച്ചതോടുകൂടിയാണ് എൻ്റെ കഷ്ടകാലം തുടങ്ങിയത്. ഇപ്പോൾ തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയ ശത്രു നിൻ്റെ പെങ്ങളായിരുന്നില്ല, നീയായിരുന്നു എന്ന്. അതുകൊണ്ടാണല്ലോ നീ കുടുങ്ങിയപ്പോൾ എനിക്ക് കൂടി ഇട്ട് പണി തന്നത്, എന്നെ കൂടി ഇവിടെ നിന്ന് പുറത്താക്കിയത്. ഇത്രയും കാലം അങ്ങനെ ഒരു കാര്യം നടന്നില്ല. നിന്നെ എന്ന് കൂട്ടുപിടിച്ചു, അതോടുകൂടി ഇവിടെ നിന്ന് എൻ്റെ ജോലിയും നഷ്ടപ്പെട്ടു. നീ ഇനി എന്നോട് മിണ്ടണ്ട, എല്ലാം ഒപ്പിച്ചു വെച്ച് അവനിങ്ങനെ കിന്നരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുന്നിൽ നടന്നു. അപ്പോൾ നമ്മുടെ അമീർ പിന്നിൽ നിന്ന് അവളുടെ കൈ വലിച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിൽക്കടി, ഒന്ന് പറയട്ടെ ഞാൻ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഷഹാന പറഞ്ഞു, എൻ്റെ മേൽ തൊട്ട് പോകരുത്, മേലിൽ നിന്ന് കൈയെടുത്ത് സംസാരിക്ക്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദേഹത്ത് തൊട്ട് സംസാരിക്കണ്ട എന്ന് പറഞ്ഞു. ഇത് കേട്ടതും അമീർ, സോറി എടി, ഞാൻ പെട്ടെന്ന് അറിയാതെ പിടിച്ചു പോയതാണ്. എടി, നീ എന്നോട് ക്ഷമിക്ക്, ഞാൻ ഇതൊന്നും ആലോചിച്ചില്ല. പിന്നെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു തെറ്റ് ചെയ്തിട്ട് ഞാൻ മാത്രം ഇവിടെ നിന്ന് പുറത്താവുകയാണല്ലോ എന്ന് ഓർത്തപ്പോൾ ആ ഒരു പെട്ടെന്ന് ഉള്ള ആ ഒരു ദേഷ്യത്തിൽ ഞാൻ നിൻ്റെ പേര് പറഞ്ഞു പോയതാടി. സത്യമായിട്ടും എൻ്റെ ഉപ്പയാണ് സത്യം. എനിക്ക് ഗോഡ് പ്രോമിസ്, എനിക്ക് ഭയങ്കര കുറ്റബോധമുണ്ട് നിന്നെ പറഞ്ഞതിൽ. നീ ഇവിടെ എന്തുകൊണ്ട് ഞാൻ ആലോചിച്ചില്ല, നീ ഇവിടെ ഉണ്ടെങ്കിൽ അവളെ ഇവിടെ നിന്ന് നീ തന്നെ പുറത്താക്കുമെന്ന്. ഇപ്പോൾ അവൾക്ക് ഇവിടെ നീ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അവൾക്ക് സുഖിച്ച് ജീവിക്കാനുള്ള ഒരവസരമാണ് ഞാൻ ഉണ്ടാക്കിയത്. എന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ തലയിൽ ഇങ്ങനെ ആഞ്ഞു തല്ലി. ഇത് കണ്ടപ്പോൾ ഷഹാനക്ക് അവനോട് പാവം തോന്നി. അവൾ പറഞ്ഞു, സാരമില്ല, പോട്ടെ, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് പുറത്താവുകയാണ്. ഇനി അവൾക്ക് ഇവിടെ സുഖമായി ജീവിക്കാം. ഇനി മറ്റൊരു ശത്രു അവൾക്ക് ഇവിടെയില്ല. അവൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന ആകെ 2 ശത്രുക്കൾ നമ്മളായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെ നമുക്ക് ഈ കാര്യങ്ങളൊന്നും അവിടെ പറയണ്ട, ആരും അറിയണ്ട നമ്മൾ ഇവിടുന്ന് പോകുന്നത്. പതിവ് പോലെ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു, ജോലി കഴിഞ്ഞ് നാളെ വരുന്നില്ല.